ട്രിപ്പ് അപ്പ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദേശീയപാത 66-ൻ്റെ പുനർനിർമ്മാണ പുരോഗതിയുടെ 6ാമത് വീഡിയോയാണ് ഞങ്ങൾ ഇന്ന് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ അറപ്പുഴ പാലം മുതൽ മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുര വരെയുള്ള 47 കിലോമീറ്റർ ദൂരത്ത് നിലവിൽ നടക്കുന്ന നിർമ്മാണ പുരോഗതിയുടെ വീഡിയോകൾ കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായി അപ്ലോഡ് ചെയ്തത് കാണുവാൻ മുൻ എപ്പിസോഡുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് ആ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുരം മുതൽ കുറ്റിപ്പുറം ടൗൺ വരെയുള്ള 13 കിലോമീറ്റർ ദൂരത്തിലെ ദേശീയപാത 66-ൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഡിയോയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലാകമാനം വാഹനാപകടങ്ങൾ കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച ഒരു പ്രദേശമാണ് വളാഞ്ചേരിക്കടുത്ത വട്ടപ്പാറ എന്ന മരണവളവ്. ഇവിടെയുണ്ടായ വാഹനാപകടങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്ന് തന്നെ പറയാം. ഗ്യാസ് ടാങ്കറുകളും ട്രെയിലർ ലോറികളും കണ്ടെയ്നർ ലോറികളും ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളും കാറുകളും ഓട്ടോറിക്ഷകളും മോട്ടോർ സൈക്കിളുകളും അടക്കം എല്ലാ വാഹനങ്ങളും നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു ദുരന്ത പ്രദേശമാണ് വട്ടപ്പാറ വളവ്. അപകടങ്ങളുടെ ഭൂമികയായ വട്ടപ്പാറ വളവിൻ്റെ ആ ദുഷ്പേര് മാറാൻ പോവുകയാണ്. ഇറക്കത്തോടു കൂടിയ ആ വട്ടപ്പാറ വളവ് തൽക്കാലം ദേശീയപാതയിൽ നിന്നും മാറാൻ പോവുകയാണ്. അതെങ്ങനെയെന്നുള്ളതിൻ്റെ ആകാശ ദൃശ്യങ്ങളുടെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്തായി കഞ്ഞിപ്പുരയിൽ നിന്നും നിലവിലെ റോഡിൻ്റെ മുകളിലെ ഉയർന്നു നിൽക്കുന്ന മൺതിട്ടകൾ കട്ട് ചെയ്ത് താഴ്ത്തിയെടുത്ത് ആദ്യം ഇടതുഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്തതിന് ശേഷം ഒരൽപ്പം മുന്നോട്ട് പോയി പിന്നെ നിലവിലെ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്ത് വലതുഭാഗത്തുള്ള പാടം വഴി ഇറങ്ങിയാണ് ഏതാണ്ട് നേർരേഖയായി വളാഞ്ചേരിക്കും കുറ്റിപ്പുറത്തിനുമിടയിലുള്ള ഒനിയിൽ പാലം വരെ നീണ്ടുകിടക്കുന്ന 4.7 കിലോമീറ്റർ ദൂരമാണ് പുതിയ ബൈപ്പാസ് അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം കരയിലൂടെയുള്ള മേൽപ്പാലം അഥവാ വയാഡക്റ്റ് ബ്രിഡ്ജ് വഴിയും ബാക്കി ഭാഗം സാധാരണ നിലക്കുള്ള 6 വരി പാതയുമാണ്. വയാഡക്റ്റ് പാലം 4 വരി പാതയായിരിക്കും. വയാഡക്റ്റ് പാലം എന്നത് മലയാളികൾക്ക് പൊതുവെ കേട്ടുപരിചയമോ കണ്ടുപരിചയമോ ഇല്ലാത്ത ഒന്നാണ്. പുഴകൾക്കും കായലുകൾക്കും തോടുകൾക്കും മുകളിൽ വരുന്ന പാലങ്ങളെപ്പോലെ തന്നെ കരഭൂമിക്ക് മുകളിലൂടെ തൂണുകൾ നാട്ടിയുണ്ടാക്കുന്ന മേൽപ്പാലമാണ് വയാഡക്റ്റുകൾ. NH-66-ലെ ഏറ്റവും വലിയ വയാഡക്റ്റ് ഏതാണ്ട് 2 കിലോമീറ്ററോളം നീളത്തിൽ ലോകോത്തര നിലവാരത്തിലാണ് വളാഞ്ചേരി ബൈപ്പാസിൽ വരാൻ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും മറ്റു വികസിത രാജ്യങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന വയാഡക്റ്റ് പാലം ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലും വരുന്നു എന്നത് മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. റോഡ് വികസനത്തിൻ്റെ പേരിൽ നിലവിലെ കൃഷിഭൂമിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കാനും റോഡിൻ്റെ ഗുണമേന്മയ്ക്കും വേണ്ടി നിർമ്മിക്കുന്ന വയാഡക്റ്റ് പാലത്തിലൂടെ താഴെയുള്ള പച്ചവിരിച്ച പാടശേഖരങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രക്ക് ഇനി ഏതാനും വർഷങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ആദ്യഘട്ടം പിന്നിട്ടു എന്ന് തന്നെ പറയാം. ഗ്രൗണ്ട് പൈലിംഗ്, ഫില്ലർ കോൺക്രീറ്റ് വർക്കുകളും ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ ജോയിൻ ചെയ്യേണ്ട ബീമുകളടക്കമുള്ള വിവിധ കോൺക്രീറ്റ് ഭാഗങ്ങളുടെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത 6 വരി പാതയാണെങ്കിലും
വയാഡക്റ്റിന് 4 വരിക്കുള്ള വീതിയേ ഉണ്ടാവുകയുള്ളൂ. ഇരുഭാഗങ്ങളിലുമായി 14 മീറ്റർ വീതം 28 മീറ്റർ വീതിയിലാണ് വയാഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. അതിൽ 13 മീറ്റർ വീതിയിൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതാണ്. 4.7 കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിൽ 2 കിലോമീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ സാധാരണ പോലെ മണ്ണിട്ട് ഉയർത്തി തന്നെയാണ് 6 വരിപ്പാത സർവീസ് റോഡില്ലാതെ കടന്നു പോകുന്നത്. നിർമ്മാണം ഏറ്റെടുത്ത KNR കൺസ്ട്രക്ഷൻസ് തങ്ങളുടെ പ്രവൃത്തി ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. NH-66 നിലവിലെ ദുരന്തഭൂമിയായ വട്ടപ്പാറ വളവിന് പകരം ആ പ്രദേശമിനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയാഡക്റ്റ് പാലം വരുന്നതോടുകൂടി ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലാൻഡ്മാർക്കായി മാറുകയാണ് പുതിയ ദേശീയപാത നിർമ്മാണത്തോടെ. പുതിയ ബൈപ്പാസ് വരുന്നതോടെ നിലവിലെ കഞ്ഞിപ്പുര മുതൽ ഒണിയൻ വരെയുള്ള 6.3 കിലോമീറ്റർ ദൂരം അത് 4.7 കിലോമീറ്ററായി ചുരുങ്ങുമെന്ന് മാത്രമല്ല, അപകടവളവായ വട്ടപ്പാറ ഒഴിവാകുന്നതിന് പുറമെ NH-66 ഏറ്റവും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതും പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് വഴിതെറ്റുന്ന ജംഗ്ഷനുമായ വളാഞ്ചേരി ടൗൺ കൂടി NH-ന്റെ പരിധിയിൽ നിന്ന് പുറത്തായി ദീർഘദൂര യാത്രക്കാർക്ക് കൂടുതൽ സുഗമമായ യാത്ര അനുഭവിക്കും. ഡ്രോൺ ഉയർന്നു പറന്നതിനാൽ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ കാഴ്ചകൾ വ്യക്തമായി കാണിക്കാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ ഒണിയിൽ നിന്നും കഞ്ഞിപ്പുര വരെ ഡ്രോണിനെ ബൈപ്പാസിന് മുകളിലൂടെ തിരിച്ചു പറത്തുകയാണ് ഞങ്ങൾ. പാടത്തിൻ്റെയും കൃഷിഭൂമികളുടെയും സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ പുതിയ ദേശീയപാത ബൈപ്പാസിൽ ഇടയ്ക്കിടെ ഓവുപാലങ്ങൾ നിർമ്മിക്കും. വീതി കൂടിയ ചാലെടുത്ത് അതിൻ്റെ പ്രതലം കോൺക്രീറ്റ് ചെയ്ത ശേഷം അതിൽ ഇൻ്റർലോക്കായ റെഡിമെയ്ഡ് കോൺക്രീറ്റ് ബോക്സ് കൾവർട്ടറുകൾ അടുപ്പിച്ചു വെച്ചാണ് ഇത്തരം ഓവുചാലുകൾ നിർമ്മിക്കുന്നത്.
നേരത്തെ പറഞ്ഞ വയാഡക്റ്റ് പാലത്തിന് ആവശ്യമായ ഭീമുകൾ കോൺക്രീറ്റ് ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കുന്നത് ഇവിടെയാണ്. ഭീമാകാരമായ ക്രെയിനുകൾ ഉപയോഗിച്ച് അവ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കഞ്ഞിപ്പുര NH ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് ഇവിടെ വരെയാണ് വയാഡക്റ്റ് പാലം കടന്നു പോകുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളായി നടന്നു. കൊണ്ടിരിക്കുകയാണ്. പച്ച കളറിൽ കാണുന്നതെല്ലാം കോൺക്രീറ്റ് ഫില്ലറുകൾക്ക് വേണ്ട കമ്പികൾ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വിശാലമായ ബേസോട് കൂടിയ ഫില്ലർ കോൺക്രീറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂറ്റൻ യന്ത്രസാമഗ്രികളും മനുഷ്യരും ഒന്നിനൊപ്പം എന്ന നിലയിൽ ചടുലമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ദേശീയപാത പ്രവൃത്തി മുന്നോട്ട് പോയി. കൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യം റോഡിൻ്റെ ഇടതുവശത്തും പിന്നീട് വലതുവശത്തു നിന്നും നിർമ്മാണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുക്കിലപ്പീടിക ജംഗ്ഷൻ്റെ അണ്ടർപാസിന് വേണ്ടി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുക്കിലപ്പീടിക കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും റോഡിൻ്റെ വലതുഭാഗത്താണ് വീതി കൂട്ടൽ.
പാണ്ടിക്കശാല പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇടത് ഭാഗത്തു കൂടെയാണ് പണി പുരോഗമിക്കുന്നത്. മഞ്ഞപ്പാറ തഖ്വ മസ്ജിദിനടുത്തുള്ള ആദ്യ വളവ് എത്തുന്നതോടെ നിലവിലുള്ള NH മുറിച്ചു കടന്ന് വലതുഭാഗത്തേക്ക് മാറി മഞ്ഞപ്പാറ വളവിനെ ഒഴിവാക്കി നേരെ നിലവിലെ NH-നോട് ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് റോഡിൻ്റെ ഇടതുഭാഗത്ത് ആഴത്തിൽ മണ്ണെടുത്ത് നീക്കുന്ന നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. മൂടാൽ ആദവനാട് എത്തുന്നതോടെ റോഡ് വലതുഭാഗത്തേക്ക് വഴിമാറി ദേശീയപാതയോരത്ത് ഇടതുഭാഗത്ത് ചാരെ സ്ഥിതി ചെയ്യുന്ന മൂടാൽ ദർഗാ ഷെരീഫിൻ്റെ ഭാഗം തൊടാതെ വലതുഭാഗത്തു കൂടിയാണ് പുതിയ ഹൈവേ കടന്നു പോകുന്നത്. തുടർന്ന് മൂടാൽ ആദവനാട് വഴി ആദ്യം വലതുഭാഗത്തും പിന്നീട് ഇടതുഭാഗത്തും വീണ്ടും വലതുഭാഗത്തും സ്ഥലം ഏറ്റെടുക്കുന്നതായി കാണാം. നിരവധി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടങ്ങളിൽ നമുക്ക് കാണാം. കാണാനാവും. കഴുത്തല്ലൂർ ഭാഗത്ത് കാര്യമായും വലതുഭാഗത്താണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ അവിടങ്ങൾ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതായി കാണുന്നില്ല. ആദവനാട് മുതൽ കുറ്റിപ്പുറം വരെ കാര്യമായ നിർമ്മാണങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പുതിയ പാലത്തിൻ്റെ പ്രവൃത്തികളും കുറ്റിപ്പുറം പൊന്നാനി ഹൈവേയിൽ നടക്കുന്ന നിർമ്മാണ പുരോഗതിയുമായി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.